നിങ്ങൾ വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ പ്രോസസ്സിന്റെ ഭാഗമായി നിങ്ങൾ ആദ്യമായി ചെയ്യുന്ന ഒരു പ്രധാന കാര്യം വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നെയ്ബർഹുഡ് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് സെലക്ടിംഗ് എ നെയ്ബർഹുഡ് ഈസ് നോട്ട് എ ഡിസിഷൻ ദാറ്റ് ക്യാൻ ബി ടേക്കൻ ലൈറ്റ്ലി. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വിച്ച് നെയ്ബർഹുഡ്സ് ഹാവ് മോർ റീസെയിൽ വാല്യൂ ആൻഡ് ഡിമാൻഡ്, ഹിസ്റ്ററി ഓഫ് ഫാസ്റ്റർ അപ്രിസിയേഷൻ, മോർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ബെറ്റർ റെന്റ്സ്, വിച്ച് നെയ്ബർഹുഡ്സ് ആർ മോർ കമ്മ്യൂട്ടബിൾ ഫ്രണ്ട്ലി ടു ഡൗൺ ടൗൺ, LRT connectivity in future, better rated schools, proposed projects like new hospitals or industrial complexes that might affect the future resale value and appreciation. Which neighborhoods offer more value for money, more safe and family friendly, more choice of villas and lots and customizations എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ട് എടുക്കേണ്ട ഒരു തീരുമാനമാണ് നെയ്ബർഹുഡ് സെലക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ നെയ്ബർഹുഡ് സെലക്ഷൻ സഹായിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഈ വീഡിയോ സഹായിക്കും. നെയ്ബർഹുഡ് സെലക്ഷനിൽ നിങ്ങളെ സഹായിക്കുന്ന എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മൂവിംഗ് ടു അൺബണ്ടൻസ് സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽറ്റർ ജിജോ ജോർജ്. നിങ്ങളൊരു ഫസ്റ്റ് ടൈം ഹോം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പല കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിൽ കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നെയ്ബർഹുഡ് സെലക്ഷന് മുമ്പ് നാം അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. There are few important principles that you need to keep in mind that will help you in your neighborhood selection. അതിൽ നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിന്റ്, പ്രയോറിറ്റൈസ് യുവർ റിക്വയർമെന്റ്സ് ആൻഡ് ക്വാണ്ടിഫൈ ഇറ്റ് ഇഫ് പോസിബിൾ. എന്തുകൊണ്ടാണ് നമ്മുടെ റിക്വയർമെന്റ്സ് പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് പറയുന്നത്? ഞാൻ ഉദാഹരണം പറയാം. ഒരു ക്ലയന്റ് ഒരു വീട് വാങ്ങിക്കാൻ നോക്കുമ്പോൾ അവർക്ക് രണ്ട് റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒന്ന് അവരുടെ കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസ്, മറ്റൊന്ന് അവർ പറയുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം അല്ലെങ്കിൽ ഏരിയയിലായിരിക്കണം വീട് വേണ്ടത്. അപ്പോൾ നമ്മൾ നെയ്ബർഹുഡ് 1 പിക്ക് ചെയ്തു, നെയ്ബർഹുഡ് 2 പിക്ക് ചെയ്തു. നെയ്ബർഹുഡ് 1 എന്ന് പറയുന്നത് കൂടുതൽ കമ്മ്യൂട്ടബിൾ ആണ്, പക്ഷേ അത്രത്തോളം അപ്രീസിയേഷൻ വരുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ല. പക്ഷേ നെയ്ബർഹുഡ് 2 എന്ന് പറയുന്നത് കുറച്ചുകൂടി കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസ് കൂടുതലുണ്ട്, പക്ഷേ കൂടുതൽ അപ്രീസിയേഷൻ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും ഏത് കമ്മ്യൂണിറ്റിയിലാണ് നമുക്ക് വീട് വാങ്ങിക്കേണ്ടതെന്ന്. പറഞ്ഞു വന്നത്, നമ്മളൊരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് കുറേ അധികം റിക്വയർമെന്റ്സ് ഉണ്ടാകാം. പക്ഷേ എല്ലാ റിക്വയർമെന്റ്സും ഒത്തുവരുന്ന ഒരു ഹൗസ് അല്ലെങ്കിൽ ഒരു നെയ്ബർഹുഡ് കിട്ടാവുന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആ സെർച്ച് ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മസ്റ്റ് ഹാവ് റിക്വയർമെന്റ്സ്, എന്തൊക്കെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിന് പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ നെയ്ബർഹുഡ്സ് ചൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെട്ട നെയ്ബർഹുഡ്സിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് നമുക്ക് ചുരുങ്ങാൻ സാധിക്കും. ഇനി എന്താണ് ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നെയ്ബർഹുഡ് 2 ചൂസ് ചെയ്തു. ഈ ഉദാഹരണത്തിൽ നമ്മൾ നെയ്ബർഹുഡ് 2 ചൂസ് ചെയ്തു, കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസ് ഓക്കെ ആണെന്ന്. ഇനി എത്രത്തോളം കമ്മ്യൂട്ടബിൾ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഉദാഹരണത്തിന് 30 മിനിറ്റ്സ് ആണോ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ആണോ, ബൈ കാർ കമ്മ്യൂട്ട് ചെയ്യുന്ന ദൂരമാണോ പറഞ്ഞത്, അതോ ബൈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണോ, ഇനി പീക്ക് ടൈമിലെ ഡ്രൈവിംഗ് ആണോ പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏത് കമ്മ്യൂണിറ്റിയിൽ വീട് വാങ്ങിക്കണം എന്നുള്ളത് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ 30 മിനിറ്റ്സിലുള്ള ഒരു നെയ്ബർഹുഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കമ്മ്യൂണിറ്റികൾ കിട്ടും. നമ്മൾ 45 മിനിറ്റ്സിലേക്കുള്ള നെയ്ബർഹുഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഏറെ കമ്മ്യൂണിറ്റികൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് നമ്മളൊരു ഐഡിയ അല്ലെങ്കിൽ ഒരു കാര്യം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ക്വാണ്ടിഫൈ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേണ്ട കാര്യം, പ്രയോറിറ്റൈസ് ചെയ്ത കാര്യം കൃത്യമായിട്ട് കൂടുതൽ വിശദമായിട്ട് അനലൈസ് ചെയ്യുന്ന രീതിക്കാണ് ക്വാണ്ടിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഈയിടെ ഒരു ക്ലയന്റ് ടൊറന്റോയിൽ നിന്ന് ഇവിടെ എഡ്മണ്ടനിലേക്ക് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് ഇവിടെ വന്നു. അവരുടെ റിക്വയർമെന്റ്സ് അവർ പറഞ്ഞത് അവർക്ക് ന്യൂ ബിൽറ്റ് ഹോം ആണ് താല്പര്യം. അവരുടെ ബഡ്ജറ്റ് 600K ആണ്. അവർക്ക് വാക്കൗട്ട് ബേസ്മെന്റ് അല്ലെങ്കിൽ ബാക്കിംഗ് കൊണ്ട് പോകേണ്ടൊക്കെ താല്പര്യമുള്ളവരായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് ന്യൂ ബിൽറ്റ് ഹോം അല്ലെങ്കിൽ ന്യൂ കമ്മ്യൂണിറ്റീസ് സെർച്ച് ചെയ്തപ്പോൾ അവർക്ക് സാറ്റിസ്ഫൈ ആയിട്ട് ഒന്നും കിട്ടാൻ സാധിച്ചില്ല. അപ്പോൾ അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ ബഡ്ജറ്റ് ആണ്. ഒന്ന്, അവരുടെ ബഡ്ജറ്റ് 600K ആണ്. മറ്റൊരു പ്രയോറിറ്റി അവർ ഉദ്ദേശിക്കുന്നത് ബാക്കിംഗ് കൊണ്ട് പോകേണ്ട വിത്ത് ഫിനിഷ്ഡ് വാക്കൗട്ട് ബേസ്മെന്റ് ഒക്കെയാണ്. അപ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ന്യൂ ബിൽറ്റ് ഹോം ഒഴിവാക്കി ഒരു മച്ചുവർ നെയ്ബർഹുഡിലേക്ക് അവരെ ഡയറക്റ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വീട് ചൂസ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് പറഞ്ഞു വന്നത്, അതുപോലെ നമ്മുടെ റിക്വയർമെന്റ്സ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കൃത്യമായിട്ട് നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ നമ്മുടെ നെയ്ബർഹുഡ് ചൂസ് ചെയ്യാനും നമുക്ക് ഇഷ്ടപ്പെട്ട വീട് പണിയാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ്സിലെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് റിയൽറ്ററിന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളൊരു കമ്മ്യൂണിറ്റി ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് തിങ്ക് അഹെഡ് ആൻഡ് ലുക്ക് ഫോർ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽസ്. അതായത് ഒരു കമ്മ്യൂണിറ്റി ഇന്ന് എന്താണ് എന്ന് മാത്രമല്ല, ആഫ്റ്റർ 3 or 5 years വാട്ട് ഈസ് ഗോയിങ് ടു ബി ദെയർ, അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, നമ്മൾ എഡ്മണ്ടനിലെ ഡെറോഷ എന്നുള്ള കമ്മ്യൂണിറ്റി എടുക്കുക. നിങ്ങൾ ഇന്ന് നോക്കുവാണെങ്കിൽ ഡെറോഷയിൽ ഒരു LRT കണക്ടിവിറ്റി ഇല്ല. എന്നാൽ സിറ്റിയുടെ ഫ്യൂച്ചർ LRT കണക്ടിവിറ്റിയുടെ മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെറോഷ ഒരു ഫ്യൂച്ചർ LRT പോയിന്റ് ആണ്.
അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു LRT വരാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ സിറ്റിയുടെ ബിഗ് പ്രോജക്ട്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ അവിടെ ഒരു ഡയറക്ഷനിലോ അല്ലെങ്കിൽ ഒരു അതിന്റെ നിയർ ബൈ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്ട്സുകൾ വരുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷന് ചാൻസ് ഉള്ള കമ്മ്യൂണിറ്റികൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലേക്ക് അത് വളരെ ഗുണകരമാണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ്. അതായത് സെപ്പറേറ്റ് ടുഡേസ് റിയാലിറ്റി ഫ്രം ടുമോറോസ് പൊട്ടൻഷ്യൽ. അതായത് ഒരു പുതിയ കമ്മ്യൂണിറ്റി ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ കുറെ ഫ്യൂച്ചർ പ്രൊജക്ട്സ് വരുന്നുണ്ടാകും. ഫ്യൂച്ചർ സ്കൂൾ വരുന്നുണ്ടാകാം, ചിലപ്പോൾ LRT വരുന്നുണ്ടാകാം, മറ്റ് ബിഗ് പ്രൊജക്ട്സ് വരുന്നുണ്ടാകാം. പക്ഷേ നമുക്ക് ഇത് എപ്പോഴാണ് യൂസ്ഫുൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് നമുക്കിപ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയുണ്ട്, അവിടെ ഒരു ഫ്യൂച്ചർ സ്കൂൾ വരുന്നുണ്ട്, ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ആ സ്കൂൾ വരിക. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ആ നെയ്ബർഹുഡ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഇപ്പോഴാണോ ഉപകാരപ്രദമായിട്ടുള്ളതാണോ അതോ ഫ്യൂച്ചറിലേക്കാണ് നമുക്കത് ആവശ്യം എന്നുള്ളത് നമ്മൾ വളരെയധികം ചിന്തിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ചിലപ്പോൾ നിങ്ങളൊരു പ്രപ്പോസൽ സ്കൂളിന്റെ അടുത്തൊരു ലോട്ട് ചൂസ് ചെയ്തു, നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ കുട്ടിക്ക് ആ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ആ സ്കൂൾ ഒരുപക്ഷെ വരുന്നത് 3 വർഷമോ 5 വർഷമോ കഴിഞ്ഞ ശേഷമായിരിക്കും. അപ്പോൾ അതുവരെ അവിടെയുള്ള നെയ്ബർഹുഡ്സിലുള്ള ആളുകൾ സ്കൂൾ അസൈൻ ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള നെയ്ബർഹുഡിലെ ഏതെങ്കിലും സ്കൂളിലേക്കായിരിക്കും. അപ്പോൾ ഈ സ്കൂൾ വരുന്നിടം വരെ നിങ്ങളുടെ കുട്ടിയെ ആ സ്കൂളിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതാണ് റിയാലിറ്റി വേഴ്സസ് പൊട്ടൻഷ്യൽ ഗ്രോത്ത്. അതുപോലെ തന്നെ നമ്മൾ ന്യൂവർ കമ്മ്യൂണിറ്റീസ് ഒക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ബ്രൗഷറിലൊക്കെ കാണാറുണ്ട്, അവിടെ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്, പാർക്കുണ്ട്, പോൺസ് ഉണ്ട് എന്നൊക്കെ. അതൊക്കെ നമ്മൾ വീട് വാങ്ങിക്കും. നമ്മളൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ നോക്കിയാണ് വീട് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ, ചിലപ്പോൾ 2 വർഷം 3 വർഷം, ചിലപ്പോൾ അതിൽ കൂടുതലോ അവിടെ ഓൺഗോയിങ് കൺസ്ട്രക്ഷൻ ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് കമ്മ്യൂണിറ്റി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ബിൽഡ് ചെയ്ത വീടുകളാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അടുത്ത 1-2 വർഷത്തേക്കൊക്കെ അതിന്റെ കൺസ്ട്രക്ഷൻസും പൊല്യൂഷൻസും എല്ലാം ധാരാളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീട് വാങ്ങിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മൾ എൻ്റെ പല കൈൻസിനോട് ഞാൻ ന്യൂവർ കമ്മ്യൂണിറ്റിയിൽ എടുക്കുമ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ പല അഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ വീടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ബിഗിനിങ്ങിൽ വീടെടുക്കുമ്പോൾ പ്രൈസ് അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടാറുണ്ട്. കാരണം കുറഞ്ഞ പ്രൈസിന് നമുക്ക് വീട് കിട്ടും. കമ്മ്യൂണിറ്റി കൂടുതൽ ഡെവലപ്പ് ആകുമ്പോഴും തോറും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതേസമയം നമ്മൾ ഈ പൊല്യൂഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷന്റെ സൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടിയും വരും. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഭാവിയിലെ പൊട്ടൻഷ്യൽ നോക്കുന്നതോടൊപ്പം തന്നെ കറണ്ട് റിയാലിറ്റിയും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗിൽ നല്ലതായിരിക്കും. എന്നാൽ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. വാട്ട് യു സീ മൈ നോട്ട് ബി വാട്ട് യു ഗെറ്റ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് എല്ലാ ദിവസവും നിങ്ങൾ ട്രാവൽ ചെയ്യണം, രാവിലെയും വൈകിട്ടും ട്രാവൽ ചെയ്യണം. നിങ്ങൾ വീട് വാങ്ങാൻ പ്ലാൻ ചെയ്തപ്പോൾ നിങ്ങൾ 2 കമ്മ്യൂണിറ്റികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു വിചാരിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ജോലി ഒരു കമ്മ്യൂണിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്തെത്തുന്ന നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ ഈസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യണം. മറ്റേ കമ്മ്യൂണിറ്റി ചൂസ് ചെയ്തെടുത്തുനിന്നും നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ വെസ്റ്റിലേക്ക് ട്രാവൽ ചെയ്യണം. അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മാപ്പൊക്കെ ഇട്ട് നോക്കി, നിങ്ങളുടെ ഡിസ്റ്റൻസ് നോക്കി, എല്ലാം ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ അതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല റിയാലിറ്റി. ഉദാഹരണത്തിന് പറയാം, നിങ്ങൾ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ നിങ്ങൾ ഓൾവേസ് ഫേസിങ് ദ സൺ. അതുപോലെ നിങ്ങൾ റിട്ടേൺ വൈകുന്നേരം പോകുമ്പോഴും യു ആർ ഓൾവേസ് ഫേസിങ് ദ സൺ. അപ്പോൾ നിങ്ങൾ കമ്മ്യൂട്ടിംഗ് ഡിസ്റ്റൻസ് സെയിം ആണെങ്കിലും കംഫർട്ടബിലിറ്റി നോക്കുമ്പോൾ അത്ര സെയിം ആയിരിക്കണം നിർബന്ധമില്ല. കാരണം എപ്പോഴും നിങ്ങൾ സണ്ണ് നിങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആൽബർട്ടയിലെ സണ്ണിന്റെ ഇന്റൻസിറ്റി മറ്റു പ്രൊവിൻസുകളെ അപേക്ഷിച്ച് കൂടുതലാണ്. അതായത് തുടക്കത്തിൽ നിങ്ങൾ വിചാരിച്ച 2 കമ്മ്യൂണിറ്റി ഏതെടുത്താലും സെയിം ഡിസ്റ്റൻസ് ആണ്, കമ്മ്യൂട്ടിംഗ് സെയിം ആണ്, അസ്യൂമിങ് സെയിം ട്രാഫിക്. ബട്ട് റിയാലിറ്റിയിൽ അങ്ങനെയല്ല. അതാണ് പറയുന്നത് വാട്ട് യു സീ മൈ നോട്ട് ബി വാട്ട് യു ആർ ഗെറ്റിംഗ്. അതുപോലെ ഈ പോയിന്റ് മറ്റു പല കാര്യങ്ങൾക്കും ബാധകമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 2 കമ്മ്യൂണിറ്റി നിങ്ങൾ ചൂസ് ചെയ്തത് ഹൈവേയുടെ സമീപമാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നോക്കുമ്പോൾ 2 ഹൈവേയിലേക്ക് അടുത്താണ്, ഹൈവേയിലേക്കുള്ള എൻട്രി ഏതിന്റെ എക്സിറ്റ് ഈസിയാണെന്ന് വിചാരിക്കും. പക്ഷെ ചില കമ്മ്യൂണിറ്റികളിൽ ചിലപ്പോൾ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റ് മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ ചില കമ്മ്യൂണിറ്റിയിൽ മൾട്ടിപ്പിൾ ലൈൻസ് കാണും, ചില കമ്മ്യൂണിറ്റിയിൽ സിംഗിൾ ലൈനേ കാണുള്ളൂ എൻട്രി എക്സിറ്റിന്. അപ്പോൾ അത് മോർണിംഗ് ആൻഡ് ഈവനിങ് ട്രാഫിക്കിനെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് ഹൈവേയിലേക്കുള്ള ടേണിംഗ് എടുക്കുന്നതിന് നിങ്ങൾക്ക് ചില കമ്മ്യൂണിറ്റിയിലെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മാപ്പിൽ ഇത് രണ്ടും ഹൈവേയുടെ അടുത്താണ്, സെയിം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിക്കാമെങ്കിലും റിയാലിറ്റിയിൽ അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അത് കണ്ടെത്താൻ സാധിക്കുക? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ട ടൈമിൽ അല്ലെങ്കിൽ പീക്ക് അവറിൽ നിങ്ങൾ ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് റിസർച്ച് ചെയ്യുക. കൂടുതൽ റിസർച്ച് ചെയ്യുന്നവരും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഇനിഷ്യൽ നിങ്ങൾ നെയ്ബർഹുഡ്സ് ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഓൺലൈൻ റിസർച്ച് ഒക്കെ വളരെ നല്ലതാണെങ്കിലും ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പായിട്ട് റിയാലിറ്റി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഹൈവേയുടെ ഒക്കെ അടുത്തെടുക്കുന്ന നെയ്ബർഹുഡ്സിൽ നൈറ്റിൽ ഹൈവേ നോയ്സ് വളരെ കൂടുതലായിരിക്കും. നിങ്ങളൊരു പീക്ക് അവറിൽ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അത് വേണ്ടത്ര നോട്ടീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കമ്മ്യൂണിറ്റി വളരെ കാമൻ ക്വയറ്റ് ആയിരിക്കുന്ന നൈറ്റ് ടൈമുകളിൽ ഹൈവേ എന്നുള്ള നോയ്സ് ഒക്കെ വളരെ കാര്യമായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് റിയൽറ്റർക്ക് നിങ്ങളെ കൂടുതൽ സഹായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചില കമ്മ്യൂണിറ്റികളിൽ റെയിൽവേ ലൈൻസ് ക്രോസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് ഓടി വരുമ്പോഴായിരിക്കും റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ നമ്മൾ സ്റ്റാക്ക് ആവുന്നത്.
ഒരു മിനിമം ഒരു 15 മിനിറ്റ്സ് എങ്കിലും മിക്കവാറുള്ള റെയിൽവേ ട്രാക്കുകളിലൊക്കെ നമ്മൾ സ്റ്റക്ക് ആകാറുണ്ട്. അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റികളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ 2 കമ്മ്യൂണിറ്റി നമ്മൾ ചൂസ് ചെയ്ത്, ഒന്ന് റെയിൽവേ ട്രാക്ക് ഉള്ളതും ഒന്ന് റെയിൽവേ ട്രാക്ക് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വൈസ് ആയിട്ട് ചൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ കാണുന്നതായിരിക്കണമെന്നില്ല റിയാലിറ്റി. വാട്ട് യു സീ മൈ നോട്ട് ബി വാട്ട് യു ഗെറ്റ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു പോയിന്റാണ് എഡ്മണ്ടൺ വേഴ്സസ് സാറ്റലൈറ്റ് സിറ്റീസ്. പ്രത്യേകിച്ചും എഡ്മണ്ടന് പുറത്തുനിന്നും അല്ലെങ്കിൽ ആൽബർട്ടയ്ക്ക് പുറത്തുനിന്നും ആൽബർട്ടയിലേക്ക് മൂവ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് സിറ്റിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എഡ്മണ്ടനും അതിന്റെ സറൗണ്ടിങ് ആയിട്ട് കുറേ ചെറിയ ചെറിയ സിറ്റികളുണ്ട്. ക്രൂസ്ലൂവ്, ലെഡൂക്ക്, ബേമൗണ്ട്, സെന്റ് ആൽബർട്ട്. അപ്പോൾ ഇവിടെയൊന്നും വീട് വാങ്ങിക്കുന്ന കുഴപ്പമുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ബിൽഡറുടെ വെബ്സൈറ്റ് ഒക്കെ നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരുടെ സെയിം വീട് തന്നെ ചിലപ്പോൾ ഒരു നെയ്ബർഹുഡിൽ 600 കേക്ക്, സെയിം പ്ലാന് സെയിം സൈസും മറ്റൊരു നെയ്ബർഹുഡിൽ ചിലപ്പോൾ 550 അതിൽ താഴെയൊക്കെ കിട്ടുന്ന വരും. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്. ഒന്ന് എഡ്മണ്ടൻ അകത്തുള്ള നെയ്ബർഹുഡും മറ്റൊന്ന് ഒരു സാറ്റലൈറ്റ് സിറ്റി ആയിരിക്കും. അത് വാങ്ങിക്കുന്നതുകൊണ്ട് തെറ്റുണ്ട് എന്നല്ല പറയുന്നത്, പകരം എവിടെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ സിറ്റിക്കും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇഫ് യു ആർ പിക്കിംഗ് എ നെയ്ബർഹുഡ് ഇൻ വൺ ഓഫ് ദ സാറ്റലൈറ്റ് സിറ്റീസ്, then make sure that this is the best city matching your lifestyle preferences and budget. പ്രത്യേകിച്ചും ലഡൂക്ക് ഒക്കെ ആണെങ്കിൽ എയർപോർട്ടിനോട് അടുത്താണ്, കൂടുതൽ ഇൻഡസ്ട്രീസ് ഒരുപാടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, അവിടെയൊക്കെ വീടുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ പറഞ്ഞു വന്നത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് where you are getting what you are getting. പ്രത്യേകിച്ച് റീസെയിൽ പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ വരുമ്പോൾ സ്മോൾ സിറ്റീസിൽ അവിടെ താമസിക്കുന്ന ഏരിയയിലുള്ളവർ മാത്രമാണ് കൂടുതലും ബയർ പൂളായിട്ട് വരുന്നത്. ഇപ്പോൾ എഡ്മണ്ടൻ പോലെ ഒരു ബിഗർ പ്ലേസിൽ കൂടുതൽ ബയർ പൂളുണ്ട്. അപ്പോൾ കൂടുതൽ റീസെയിൽ പെട്ടെന്ന് വിൽക്കാൻ സാധിക്കും. അതാണ് ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. പ്രൈസ് ഡിഫറൻസ് കൊണ്ട് മാത്രം നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. നിങ്ങൾ ഒരു ഇൻഫോർമഡ് ഡിസിഷൻ എടുക്കുക. നിങ്ങൾ എവിടെയാണ് എന്താണ് ലഭിക്കുന്നത് എന്നുള്ളൊരു ഇൻഫോർമഡ് ഡിസിഷൻ എടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് നെയ്ബർഹുഡ് ചൂസ് ചെയ്യാൻ സഹായിക്കുന്ന 5 പോയിന്റുകളാണ്. നെയ്ബർഹുഡ് ചൂസ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റു നിരവധി പോയിന്റുകളുണ്ട്. എന്നാൽ വീഡിയോയുടെ ലെങ്ത് ഒരു പരിമിതിയായ കാരണം നമ്മൾ ഇതിവിടെ നിർത്തുകയാണ്. ഇതിന് സഹായിക്കുന്ന മറ്റു വീഡിയോകൾ ഉടനെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഇത്തരം വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.